അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാനിന്റെ ഒടുവിലെ 10 നരകമോചനത്തിന്റെ ദിനങ്ങളാണ്. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന്റെയും അവസാനം നമ്മൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മശീഹദ് ദജ്ജാൽ. അള്ളാഹുവിനോട് 5 മഹാദുരന്തത്തിൽ നിന്നും നമ്മൾ കാവൽ ചോദിക്കണം. അതിലൊന്ന് നരകത്തെ തൊട്ടുള്ള കാവലാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നരകത്തെക്കുറിച്ച്, അതിന്റെ ഭീകരതയെക്കുറിച്ച്. മാത്രമല്ല അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികളും പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി, ഒരാൾ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് ഒരാൾ നോമ്പെടുത്താൽ, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ നോമ്പെടുത്താൽ അവന് നരകമുക്തി കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി, ഒരാൾ 40 ദിവസം ജമാഅത്തായി 5 വക്ത് നിസ്കാരവും ഇമാമിനോട് കൂടി നിസ്കരിച്ചാൽ അവന് നരകമോചനം കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സദഖ ചെയ്യണം. കാരണം നാളെ ആഖിറത്തിൽ പോവുമ്പോൾ നരകത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് പിശുക്കന്മാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ ചെന്നാൽ സ്വർഗവും നരകവും മുമ്പിലുണ്ടാവും. നരകത്തിന്റെ മുമ്പിൽ മറയായിട്ടുണ്ടാവുക കൊടുത്ത സദഖകളാണ്. അതുകൊണ്ട് നിങ്ങൾ നരകത്തെ കാക്കണം. ഒരു ഈത്തപ്പഴം മുഴുവൻ കൊടുക്കാനില്ലെങ്കിൽ അതിന്റെ ഒരു കഷ്ണം കൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ കാക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദരിദ്രരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്. അപ്പോൾ അവർ ചോദിച്ചു, അതും കൊടുക്കാനില്ലാത്തവരാണെങ്കിലോ നബിയേ എന്ന്. അപ്പോൾ റസൂൽ പറഞ്ഞു, അതും കൊടുക്കാനില്ലെങ്കിൽ നല്ല വാക്ക് പറയുക. നല്ല വാക്ക് പറയൽ ചില ആളുകൾക്ക് ഒന്നിനെ കുറിച്ചും നല്ലത് പറയാനുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക റമദാനിലെ സ്വതക്കയാണ്. നാലാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു, അസറിന്റെയും സുബ്ഹിയുടെയും ജമാഅത്തിൽ ജാഗ്രത പുലർത്തുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. അഞ്ചാമതായി, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുക. ഞാൻ നരകത്തിൽ പോയി പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ, സ്വർഗം എനിക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കുക. അവന് നരകമുക്തി കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആറാമതായി, പരിശുദ്ധ ഹബീബിന്റെ ഹദീസ് ഉച്ചരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ളുഹറിന്റെ മുമ്പും ശേഷവും 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം ജീവിതത്തിൽ പതിവാക്കുക. എന്നാൽ അവന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് കാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്.